عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل على سيدنا ونبينا وحبيبنا محمد وعلى آل سيدنا ونبينا وحبيبنا محمد كلما ذكره الذاكرون وكلما غفل عن ذكره الغافلون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها المدثر قم فأنذر وربك فكبر وثيابك فطهر والرجز فاهجر ولا تمنن تستكثر ولربك فاصبر. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. एक सजदे जिसे गरां समझता है, एक सजदा जिसे तू गरां समझता है, हजार सजदे से बदेता है आदमी को नजात. വളരെ ധന്യവും സ്തുത്യർഹവും പ്രതിഫലാർഹവുമായ ഈ വേദിയിൽ അധ്യക്ഷപദം അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന അഭിവന്ദരായ CH അബൂബക്കർ ഹാജി സാഹിബ് അവറുകളെ, ഇവിടെ പ്രാർത്ഥന നിർവഹിച്ച അഭിവന്ദരായ ഉസ്താദ് അവറുകൾ, വേദിയിൽ സ്വാഗതം ആശംസിച്ച ഷംസു സാഹിബ് PP അവറുകൾ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള CH മൊയ്തു സാഹിബ്, CP യൂസുഫ് സാഹിബ്, KM അബൂബക്കർ സാഹിബ്, അഭിവന്ദരായ കാസിം ഹാജി അവറുകൾ, അഭിവന്ദരായ മൊയ്തു ഉസ്താദ്, അസ്ഹരി ഉസ്താദ്, വേദിയിലെന്ന പോലെ സദസ്സിലുമുള്ള പൗരപ്രമുഖരെ, മഹൽ വ്യക്തിത്വങ്ങളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, മീത്തൽ മുതിയങ്ങ SYS SKSF യൂണിറ്റ് സംഘടിപ്പിക്കുന്ന മജ്ലിസുന്നൂർ വാർഷികവും മൂരിയാട് ഉസ്താദ് അനുസ്മരണ സദസ്സിലുമാണ് നാം പങ്കുകൊണ്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന് കളമൊരുക്കിയ സംഘാടകർക്ക് ഇഹത്തിലും പരത്തിലും അർഹമായ പ്രതിഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. സാമ്പത്തിക, ശാരീരിക, മാനസിക സഹായങ്ങൾ കൊണ്ട് ഈ പരിപാടിയെ പ്രകാശിപ്പിച്ച എല്ലാ ആളുകൾക്കും അല്ലാഹു അവൻ്റെ എല്ലാ ഖൈറും ബറക്കത്തും അല്ലാഹു ചൊരിഞ്ഞു നൽകട്ടെ. ഈ പരിപാടി വിജയിപ്പിക്കാനായി ഇവിടെ എത്തിച്ചേർന്ന അഭിവന്ദരായ സഹോദരങ്ങളെയും സഹോദരിമാരെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ആമുഖമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു നൂറ്റാണ്ട് കാലത്തെ ദീർഘമായ സഞ്ചാരം നിർവഹിച്ച് അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്തിലൂടെ കടന്നു പോവുകയാണ്. ആ പണ്ഡിത സഭയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് നാം ഓരോരുത്തരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
എന്തേ ഇവിടെ കൂടാനുണ്ടായ അവസരമെന്ന് ചോദിച്ചാൽ ഉത്തരം സമസ്ത ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഈ കാണുന്ന മനോഹരമായ മസ്ജിദ് നിർമ്മിക്കപ്പെടാനും തൊട്ടടുത്ത് തന്നെ നല്ല വിശാലമായ മദ്രസ സംവിധാനിക്കപ്പെടാനും വഖത്തിന് കൃത്യമായി നമസ്കാരം നിർവഹിക്കപ്പെടാൻ ബാങ്കുലി മുഴക്കപ്പെടാനും നമ്മളൊക്കെ മസ്ജിദുകളിലേക്ക് എത്തിച്ചേരാനും ഈ തൊപ്പി വച്ച് അള്ളാഹുവിനെ പ്രകീർത്തിച്ച് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് മനസ്സിൽ ശാന്തി തേടി ജീവിതം നയിക്കാനുമൊക്കെ നമുക്ക് അവസരമൊരുക്കിയത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. കേരളേതര സംസ്ഥാനങ്ങളിലേക്കൊന്ന് കണ്ണോടിച്ചാൽ ഒരു യാത്ര, ഒരു 2 ആഴ്ചത്തെ യാത്ര നിങ്ങളൊന്ന് കേരളേതര സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ചു നോക്കൂ. എന്താണ് സമസ്ത ഈ നാട്ടിലുണ്ടാക്കിയ മാറ്റം, പരിവർത്തനമെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഇതുപോലെയുള്ള മഹല്ല് സംവിധാനങ്ങൾ, ഇതുപോലെയുള്ള കൂട്ടായ്മകളൊന്നും അവർക്ക് അവിടെ ലഭ്യമല്ല. ദീന് പരിചയപ്പെടാനുള്ള അവസരമുണ്ടായില്ല, വിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള അവസരമുണ്ടായില്ല. നമ്മുടെ മക്കളൊക്കെ മദ്രസയിലേക്ക് പോകുന്ന നേരം ആസാമിലെയും ബീഹാറിലെയും ജാർഖണ്ഡിലെയും ബംഗാളിലെയും മക്കൾ രാവിലെ 6:30 മണിക്ക് 7 മണിക്ക് എന്താണ് അവർക്ക് പണി? കന്നുകാലികളുടെ കയറ് പിടിച്ച് തൊഴുത്തിലേക്കും അല്ലെങ്കിൽ അറബ് കശാപ്പുശാലയിൽ ഇറച്ചി വെട്ടുകാരൻ്റെ മുമ്പിൽ കവർ പിടിച്ച് ഇറച്ചിയിട്ട് കൊടുത്താൽ അത് ഇന്ന സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് അവിടെ കൊണ്ടുപോയി കൊടുക്കാനും ഹോട്ടലുകളിൽ പാത്രങ്ങൾ കഴുകലുമാണ് ഈ മദ്രസ പഠനത്തിലെ ഏജിലുള്ള ബാലന്മാരുടെ ആ സംസ്ഥാനങ്ങളിലേക്കുള്ള പണി. ആലോചിക്കണം നിങ്ങൾ. അവിടെ ഇങ്ങനെ ഉലമാക്കളുടെ ഒരു കൂട്ടായ്മ ഉണ്ടായില്ല. ഇവിടെ അത് നേരത്തെ ഒരു 100 വർഷം മുമ്പ് അത് സ്ഥാപിക്കപ്പെട്ടു. അതുകൊണ്ട് നമ്മളൊക്കെ ഇത്രമേൽ സ്വസ്ഥമായിക്കൊണ്ട് സമുന്നതമായിക്കൊണ്ട് എല്ലാവരെക്കാളും ഇസ്ലാമിനെ നന്നായി മനസ്സിലാക്കി അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ് നമ്മൾ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ഇസ്ലാമികമായ വിദ്യാഭ്യാസം ഇത്രമേൽ ഇവിടെ സംസ്ഥാപിക്കപ്പെട്ടത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സാന്നിധ്യമാണ്. ഉലമാക്കൾ മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമായില്ല. ആ ഉലമാക്കളുടെ വിഷൻ, കാഴ്ചപ്പാടിനോടൊപ്പം ഉമറാക്കളും കൂടി സഞ്ചരിച്ചപ്പോഴാണ് ഇതൊക്കെ ഇവിടെ ഉണ്ടായി തീർന്നത്. ഉമറാക്കളെ വിസ്മരിച്ചുകൂടാ. ഉത്തരേന്ത്യയിൽ ഉലമാക്കൾ ഇല്ലാഞ്ഞിട്ടാണോ? വലിയ വലിയ ഉലമാക്കൾ ഉടലെടുത്ത ഭൂമിയാണ് ഉത്തരേന്ത്യ. ഉത്തരേന്ത്യയിലെ ഉലമാക്കളുടെ കണക്കെടുത്താൽ നിങ്ങൾക്ക് പോയാൽ ഒന്ന് സെർച്ച് ചെയ്താൽ കാണാം. വലിയ സൂഫി വര്യന്മാരായ പണ്ഡിത മഹത്തുക്കൾ അവിടെ ഉണ്ട്, വലിയ ആലിമീങ്ങൾ അവിടെ ഉണ്ട്. പക്ഷേ ഈ ഉലമ ഉമറ കൂട്ടായ്മ ബന്ധം ഒരു ശ്രേണി അത് അവിടെ ഉടലെടുത്തില്ല. അതുകൊണ്ട് തന്നെ അവിടെ അങ്ങനെയുള്ള ഒരു വികാസം ദീനിനുണ്ടായില്ല, മുസ്ലിങ്ങൾക്കുണ്ടായില്ല. ബംഗാളിലെ ആസാമിലെ മുസ്ലിങ്ങളെ തിരിച്ചറിയൽ പച്ച പൊട്ട് തൊട്ടവരാണെങ്കിൽ മുസ്ലിങ്ങളും ചുവന്ന പൊട്ട് തൊട്ടവരാണെങ്കിൽ അവർ അമുസ്ലിങ്ങളുമാണെന്നാണ്. പൊട്ട് ധരിച്ചവരാണവർ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. പിന്നെ മെല്ലെ 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 സമസ്തയുടെ മക്കൾ അവർക്ക് വേണ്ടി ദഅവത്ത് നടത്തിക്കൊണ്ട് മക്തബകൾ ഉണ്ടാക്കി. ആ മക്തബകളിലേക്ക് അവരുടെ മക്കളെ വീടുകളിൽ പോയി, ഓരോ കോണുകളിലും പോയി അവരെ ക്ഷണിച്ച് ദീന് പഠിക്കണം, അറിയണം, മനസ്സിലാക്കണം, പരിചയപ്പെടണം, ദീനിനെ പുൽകണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഇങ്ങനെ മെല്ലെ മെല്ലെ കൊണ്ടുവന്ന് മക്തബുകൾ 1, 2 2, 3 30 100 അത് 1000 അതങ്ങനെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതങ്ങനെ വ്യാപിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലെ മദ്രസകളെ പോലെ സംവിധാനങ്ങൾ കെട്ടിപ്പടുത്ത് അതൊക്കെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. 80 വയസ്സുള്ള സ്ത്രീ സമസ്തയുടെ മക്തബയിൽ വന്നുകൊണ്ട് ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോ അസാമിൽ. ആലോചിച്ചു നിങ്ങൾ. നമ്മുടെ ദീനിന്റെ ഷഹാദത്ത് കലിമ, നമ്മുടെ പ്രവാചകന്റെ പേര് പഠിക്കുന്നത് നമ്മുടെ മക്തബകളിലെ അവരുടെ മക്കൾ പഠിക്കുന്ന പുസ്തകം വായിച്ചിട്ടാണ്. നമ്മുടെ നബി മുഹമ്മദ് നബിയാണല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഇത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ നേരത്തെ സംവിധാനിക്കപ്പെട്ടതുകൊണ്ട് നമുക്കതിൻ്റെ ഒന്നും ഒരു പരാതിയും പരിഭവമില്ലാതെ ദീനിനെ പുലുകാൻ കഴിഞ്ഞു. അഭിവന്ദനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ ഉസ്താദ് അവർകൾ മുതൽ അവിടുന്ന് ഇങ്ങോട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറവണ്ണ മൊയ്തീൻ കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, ബഹുമാനപ്പെട്ട CH ഐദ്രോസ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർഖദ തുടങ്ങി മഹാന്മാർ, ബഹുമാനപ്പെട്ട ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, മഹാന്മാരായ പണ്ഡിതന്മാർ അത് നേതൃത്വം കൊടുത്ത് ഇങ്ങനെ വന്നപ്പോൾ നമുക്കൊക്കെ വലിയ ദീനീ സംവിധാനത്തിൻ്റെ ചുറ്റുപാടിൻ്റെ പ്രത്യേകമായ ഒരു സൗരഭ്യം ആസ്വദിക്കാൻ നമുക്ക് കഴിഞ്ഞു. ആ മഹാന്മാരില്ലായിരുന്നുവെങ്കിൽ, അവരുടെ കൃത്യമായ നേതൃത്വം നമുക്കില്ലായിരുന്നുവെങ്കിൽ നമ്മളും ആ ബംഗാളിലെയും ആസാമിലെയും സഹോദരങ്ങളെ പോലെ ജീവിതം നയിക്കേണ്ടവരായി തീരുമായിരുന്നു. നമ്മളെക്കാൾ 50 കൊല്ലം പുറകിലായിരിക്കും ആ സംസ്ഥാനങ്ങളൊക്കെ ദീനിൻ്റെ വിഷയത്തിൽ. അതുകൊണ്ട് സമസ്ത എന്നതിനെ നാം ചെറുതായി കാണണ്ട. എന്തുകൊണ്ട് ദീൻ കിട്ടി എന്ന് ചോദിച്ചാൽ സമസ്ത ഉണ്ടായത് കൊണ്ടാണെന്ന് പറയണം. അതാണ് ഉത്തരം. കേരളത്തിലെ ഏത് വിഭാഗമായിക്കോട്ടെ, മുജാഹിദ് ആയിക്കോട്ടെ, ജമാഅത്ത് ആയിക്കോട്ടെ, തബ്ലീഗ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, കേരളത്തിൽ പിറന്നവരാണെങ്കിൽ അവൻ്റെ ദീനീ വിജ്ഞാനത്തിൻ്റെ ശ്രേണിയിൽ അവനിക്കതിൽ ഉത്ഥാനമുണ്ടായിട്ടുണ്ടെങ്കിൽ അവനുമായി സമസ്തക്ക് പൊക്കിൾ കൊടി ബന്ധമുണ്ട് അവൻ്റെ വിജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ. പിന്നെയാണ് അവരെ കുടലെടുത്തത്. അവർക്ക് ദീന് പഠിച്ചതൊക്കെ അവിടെ നിന്നാണ്, സമസ്തൻ്റെ മദ്രസയിൽ നിന്നാണ്. എത്രയോ വിഘടനവാദികൾ പഠിച്ചത് സമസ്തയുടെ മദ്രസകളിൽ നിന്നാണ്. പിന്നെ അവരാശയങ്ങൾ മാറിപ്പോയതാണ്. പക്ഷേ അവർക്കൊക്കെ വിദ്യാഭ്യാസം നൽകുന്നതിൽ സമസ്ത വഹിച്ച പങ്ക് നിസ്തുല്യമാണ്. അതുകൊണ്ട് നാം ഈ സംഘടനയെ മനസ്സിലാക്കണം. ഇതിൻ്റെ അഭിവന്യരായ നേതാക്കളെ നാം തിരിച്ചറിയണം. SKSF എന്ന ഈ സംഘടന ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രധാനപ്പെട്ട പോഷക സംഘടനയാണ്. വിദ്യാർത്ഥി പടയണിയാണ്. 35 വർഷം ഈ കേരളത്തിൽ അത് തീർത്തിരിക്കുന്നു. വളരെ ജൈത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനത്തെ നാം നെഞ്ചിലേറ്റണം. അതിൻ്റെ നേതാക്കന്മാരെ നാം തിരിച്ചറിയണം. അതിനെ നയിച്ചവരെ നാം കണ്ടറിയണം. അവരെ ബഹുമാനിക്കണം, റെസ്പെക്റ്റ് ചെയ്യണം, മനസ്സിൻ്റെ ഉള്ളിൽ കൊണ്ടു നടക്കണം, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ഈ സംഘടനയുടെ അണികളായിക്കൊണ്ട് നാം ഇതിൻ്റെ കൂടെ സഞ്ചരിക്കണം. നമ്മുടെ മക്കളെ പറഞ്ഞയക്കണം. യുവാക്കൾക്ക് SYS ഉണ്ട്, വിദ്യാർത്ഥികൾക്ക് SSF ഉണ്ട്, SKSSF ഉണ്ട്, SKSBVയും ഉണ്ട് മദ്രസ വിദ്യാർത്ഥികൾക്ക്. ഇതൊക്കെ നാം തിരിച്ചറിയണം. ഇതൊക്കെ സമസ്തയിൽ നിന്ന് പിരിഞ്ഞുണ്ടായതാണ്. പ്രസവിച്ച സമസ്തയുടെ മക്കളാണ് ഈ സംഘടനകളൊക്കെ. സമസ്തയാണ് അതിൻ്റെ ഉമ്മയും ഉപ്പയും. അപ്പം നാം ഇതിനൊന്നും ചെറുതാക്കി കണ്ടുകൂടാ. ഒരൊറ്റ കുട്ടിക്ക് അതിൻ്റെ ആ ബന്ധത്തെ മുറിച്ചു കളയാൻ സാധ്യമല്ല. ഒരാൾക്ക് പോലും സമസ്ത എന്തെന്നറിയാത്തവനിൽ പോലും സമസ്തയുണ്ട്. സമസ്ത എന്തെന്ന് ആദ്യമായി കേൾക്കുന്നവനിൽ പോലും സമസ്ത നേരത്തെ നിലയുറപ്പിച്ചിട്ടുണ്ട്. കാരണം അവൻ്റെ മദ്രസ വിദ്യാഭ്യാസം സമസ്തയിൽ നിന്നാണ്. പക്ഷെ അവനിക്ക് സമസ്ത എന്തെന്നറിയില്ല. അവനിൽ പോലും സമസ്തയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പൊക്കിൾ കൊടി ബന്ധം പോലെ അത് നിലനിൽക്കുന്നുണ്ട്. നാം തിരിച്ചറിയണം അതിനെ. ആ മഹാന്മാരായ പണ്ഡിതന്മാർ കാണിച്ചു തന്ന ആ വഴിയേ സഞ്ചരിക്കണം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ് വകൂനൂ മഅസ്സാദിഖീൻ. വിശ്വാസികളെ, സത്യവിശ്വാസികളെ, അല്ലാഹുവിനെ പേടിക്കണം നിങ്ങൾ. വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരുടെ കൂടെയാകണം. ഇന്ന് പല ആളുകളും പലതിൽ നിന്നും പലരെയും പുറത്താക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പേനയുണ്ടെങ്കിലും, പറയാൻ വാക്കുകൾക്ക് ശേഷിയുണ്ടെങ്കിലും, നാവിന് ശേഷിയുണ്ടെങ്കിലും, എഴുതാനും പറയാനുമുള്ള ശേഷിയുണ്ടെങ്കിൽ അതിനെ അള്ളാഹു പൊരുത്തപ്പെടുന്ന മാർഗത്തിൽ നാം ചിലവഴിക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ
തൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി താൻ ഇച്ഛിക്കുന്ന രൂപത്തിലല്ല ഈ സംഘടനയുടെ നേതാക്കളെങ്കിൽ അവരെ പുറത്താക്കുക, അവരെ കുറ്റം പറയുക, അവർക്കെതിരെ എഴുതുക, അവരെ താഴ്ത്തുക, അവരെ ഇകഴ്ത്തുക. ഈ പണിക്ക് നമ്മളിൽപ്പെട്ട ഒരാളും ഉണ്ടാകാൻ പാടില്ല. ഇന്ന് അങ്ങനെ ഒരു വിഭാഗം അങ്ങനെ തന്നെ ഉണ്ട്. തൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾക്ക് ഉള്ളിൽ ഒതുങ്ങുന്ന ആളല്ല എങ്കിൽ അയാളെ സംഘടനയിൽ നിന്ന് പുറത്ത്. സംഘടനകൾക്കും പാർട്ടികൾക്കും വ്യക്തികൾക്കും അതീതമാകണം മനുഷ്യത്വം. നമ്മളൊക്കെ ഓരോരുത്തരും ബഹുമാനപ്പെട്ട സമസ്ത എന്നുള്ള ആ ആശയത്തിൽ നിലകൊള്ളുന്നവരാണ്. നമ്മുടെ ആദർശം അതാണ്, അഹ്ലുസുന്നത്തി വൽ ജമാഅ. അതിൻ്റെ സമുന്നതരായ നേതാക്കളെ ഇകഴ്ത്തി കാണിക്കുന്നവരുണ്ട്. നാം അവർക്ക് ലൈക്കടിക്കാൻ പോലും നിൽക്കരുത്, മനസ്സുകൊണ്ട് കൂട്ടു നിൽക്കാൻ പോലും നമുക്ക് കഴിയാൻ പാടില്ല. ബഹുമാനപ്പെട്ട സയ്യിദന്മാരെ തുറന്നു പറയാണ്, ലൈവുണ്ടല്ലോ, പല ആളുകളും ഈ പണി പ്രവണത ഇതിൻ്റെ തിക്തഫലങ്ങളെ തിരിച്ചറിയാതെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമുണ്ട് സമൂഹത്തിൽ. അഭിവന്ദരായ സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് ഇന്ന് നമ്മുടെ സമസ്തയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തങ്ങൾ ഉസ്താദ്, ഞാൻ അവരുടെ ശിഷ്യനാണ്, എൻ്റെ ഉസ്താദാണ്. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവിടെ നിന്ന് ബുഖാരിയും അവിടെ നിന്ന് തുഹ്ഫയും പഠിച്ചിട്ടുണ്ട്. ഒന്ന് സയ്യിദുൽ ഉലമയാണ്, മറ്റൊന്ന് സയ്യിദുൽ ഉമ്മയാണ്. പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് തങ്ങൾ. അവർ SKSF നേരത്തെ നയിച്ചവരാണ് ബഹുമാനപ്പെട്ട സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഒരാളെയും പുകഴ്ത്താൻ വേണ്ടി മറ്റൊരാളെ ഇകഴ്ത്തേണ്ടതില്ല. സയ്യിദുൽ ഉലമയെ മോശമായി പറയുന്നവർ എഴുതുന്നവർ ധാരാളമുണ്ട്. എന്തിന്? സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ പുകഴ്ത്താൻ വേണ്ടി. സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ മോശമായി പറയുന്നവർ എഴുതുന്നവർ എന്തിന്? സയ്യിദുൽ ഉലമയെ പുകഴ്ത്താൻ വേണ്ടി. എന്തിന്? ഞാൻ പറയാൻ വരുന്നുണ്ട്. ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്തെന്ന് വെച്ചാൽ, ഇന്ന് ബഹുവന്നരായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ ആണ്ട് ദിനമാണ്. മജ്ലിസുന്നൂറിന്റെ വാർഷികമാണ് ഇവിടെ നടക്കുന്നത്. മജ്ലിസുന്നൂർ ഗിഫ്റ്റായി നൽകിയത് അഭിവന്ദരായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവർകളാണ്. ഞാൻ അതിലേക്ക് വരാം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ വിശ്വസിക്കുന്ന എല്ലാ സഹോദരങ്ങളോടും പറയാനുള്ളത്, സയ്യിദുൽ ഉലമയെയും സയ്യിദുൽ ഉമ്മയെയും പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെയും നിങ്ങൾ അവരെ അളക്കാൻ നമ്മളാരും പ്രാപ്തരായിട്ടില്ല. അവരാരെയും അളക്കാൻ നിൽക്കണ്ട. രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അഭിവന്ദരായ സയ്യിദന്മാരെ ഒരു നിലക്കും നിങ്ങൾ കുറച്ച് കാണണ്ട. അവർക്ക് ഉള്ളത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രക്തബന്ധമാണ്. സയ്യിദന്മാരെ വേദനിപ്പിച്ചാൽ ഉണ്ടാകുന്ന തിക്തഫലം ചെറുതല്ല. അഭിവന്ദരായ PMSA പൂക്കോയ തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രനാണ് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ. നമ്മുടെ ഇന്നത്തെ പ്രഭാഷകൻ പ്രിയ സുഹൃത്ത് അഭിവന്ദരായ സയ്യിദ് ഹാഫിസ് ജിഫ്രി റഹ്മാനി തങ്ങൾ അവർകൾ വേദിയിലേക്ക് എത്തുന്നു. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതൊരു വഖഫിലെത്തിക്കണല്ലേ അല്ലേ? സമയം ലേറ്റ് ആവുന്നില്ലല്ലോ അല്ലേ അജിക? അല്ലേ? ഭക്ഷണം കഴിച്ചില്ലേ? തങ്ങൾ ഭക്ഷണം കഴിച്ച് സെറ്റായി വന്നതാണ്, അതൊന്നും പ്രശ്നമില്ല. അപ്പൊ നാം അവിടെ ചേരിതിരിവ് കാണിക്കരുത്, ഉണ്ടാക്കരുത്. എഴുതുന്നവർക്ക് ലൈക്കടിക്കരുത്, അവരെ പ്രോത്സാഹിപ്പിക്കരുത്. കാരണം രണ്ടും യമനി പാരമ്പര്യമുള്ള സയ്യിദ് കുടുംബത്തിൽപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കിടാങ്ങളാണ്. നിങ്ങൾക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങളും വ്യക്തിപരമായും സംഘടനപരമായും പാർട്ടിപരമായും ഉണ്ടായേക്കാം. അതൊന്നും ആ വ്യക്തിത്വത്തെ കുത്തി നോവിക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. മനസ്സിലാക്കണം, നമ്മൾ പലരും അങ്ങനെയാണ്. സംഘടന വേർപ്പെട്ടതിൻ്റെ പേരിൽ തങ്ങന്മാരെ കുറച്ച് കാണുക, പാർട്ടി വേറെയായതിൻ്റെ പേരിൽ തങ്ങന്മാരെ കുറച്ച് കാണുക, അവരെ മോശം പറയാ. ഒരു മടിയുമില്ലാതെ അറപ്പും
വെറുപ്പുമുണ്ടാക്കുന്ന സംസാരങ്ങൾ നടത്തുന്ന സാധാരണക്കാരായ ആളുകൾക്ക് പുറമെ പണ്ഡിത വേഷധാരികളും ആ പടയണിയിൽ ഉണ്ട് എന്ന് നാം തിരിച്ചറിയണം. ചില മുഫസ്സിരീങ്ങളുടെ അവസാന കാലെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും. ചില തഫ്സീർ, വിശുദ്ധ ഖുർആനിൻ തഫ്സീർ എഴുതിയ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ, ആ മുഫസ്സിരീങ്ങളുടെ അവസാന കാലത്തിൽ വല്ലാത്ത അസ്വസ്ഥത, പ്രയാസം. അതിന് കാരണം പറയുന്നത് അവർ ജീവിതകാലത്ത് ചില സയ്യിദന്മാരെ വേദനിപ്പിച്ചു എന്നുള്ളതാണ്. അത് ചില്ലറ കളിയല്ല. മുത്തുനബിയുടെ രക്തം സിരകളിലൂടെ ഒഴുകുന്ന ഒരു സയ്യിദിനെയും വേദനിപ്പിക്കാൻ നാം തുനിയരുത് എന്നർത്ഥം. അവൻ അവന്റെ മരണത്തിന് മുമ്പ് അനുഭവിച്ചേ മടങ്ങൂ, അതാരായാലും ശരി. വിശിഷ്യ സമൂഹം ആദരിക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ നാം തിരിച്ചറിയണം. അവിടെ സംഘടനയില്ല, ഏത് സംഘടനയായാലും ശരി, സയ്യിദന്മാരെ നന്നായി കണ്ടോളണം. അവരെ കുറ്റം പറയാനും അവരെ മോശം പറയാനും എഴുതാനും ഒക്കെ നിനക്കങ്ങനെ ധൈര്യം വരുന്നു എന്നുള്ളതാണ്. അവൻക്കതിൻ്റെ തിക്തഫലം അറിയാത്തത് കൊണ്ടാണ്. അന്ത്യം മോശമായി പോകും. വലിയ മുഫസ്സിരീങ്ങൾക്ക് പോലും സംഭവിച്ചിട്ടുണ്ട്, പിന്നെയല്ലേ സാധാരണക്കാരായ നമ്മൾക്ക്. അതുകൊണ്ട് ഏതെങ്കിലും സംഘടനയുടെ ഭ്രാന്ത് കയറിയതിൻ്റെ പേരിൽ, ഏതെങ്കിലും പാർട്ടി ആശയങ്ങളുടെ ഭ്രാന്ത് കയറിയതിൻ്റെ പേരിൽ, ഏതെങ്കിലും കൂട്ടായ്മയുടെ ഭ്രാന്ത് കയറിയതിൻ്റെ പേരിൽ സയ്യിദന്മാർക്കെതിരെ തിരിയാൻ ഒരു ഭ്രാന്തനും തയ്യാറാകണ്ട. അവനക്ക് അനുഭവിക്കും തീർച്ചയായിട്ടും. അതുകൊണ്ട് നന്നായി ഈ വിഷയത്തെ ഈ പുതിയ കാലത്ത് ഗൗരവത്തോടു കൂടി കാണണം നാം. അത്തരം പേനയുന്തികളൊക്കെ നിർത്തിക്കോളണം. അത്തരം വാക്കുകൾ പ്രയോഗിക്കുന്ന ആളുകളൊക്കെ തിരിച്ചറിയണം ഇതിൻ്റെ അവസ്ഥകൾ. അതുകൊണ്ട് സമസ്ത എന്നുള്ള ഈ മഹത്തായ സംഘടനയെ നയിച്ച ഇതിൻ്റെ പോഷക ഘടകങ്ങൾക്ക് നേതൃത്വം നൽകിയ എല്ലാ നേതാക്കന്മാരെയും നാം അനുസരിച്ചേ മതിയാകൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് അഭിവന്ദനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ ആണ്ട് ദിനമാണ്. അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. PMSA പൂക്കോയത്തങ്ങൾ, പുതിയ മാളിയക്കൽ സയ്യിദ് അഹമ്മദ് പൂക്കോയത്തങ്ങൾ, PMSA പുതിയ മാളിയക്കൽ സയ്യിദ് അഹമ്മദ് പൂക്കോയത്തങ്ങളുടെ മകനാണ് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ. ആ പിതാവിനെ സമ്പൂർണമായും പുൽകിയ ഒരു മകൻ, അങ്ങനെ പറയാം. കാരണം PMSA പൂക്കോയത്തങ്ങൾ വഫാത്തായപ്പോൾ 2 പദവിയാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉപാധ്യക്ഷനായിരുന്നു ബഹുമാനപ്പെട്ട പൂക്കോയത്തങ്ങൾ. മറ്റൊന്ന്, സമുദായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു ബഹുമാനപ്പെട്ട തങ്ങൾ. ഇതിനി ആര് വഹിക്കും? നമുക്ക് ഉത്തരങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അവിടുത്തെ ഒരുപാട് മക്കളെ നമുക്ക് നൽകിയിട്ടാണ് തങ്ങൾ അവർ പോയിട്ടുള്ളത്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് സുദ്ദീഖ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ. സാദിഖ് അലി ശിഹാബ് തങ്ങൾ അനുസ്മരിക്കുന്നുണ്ട്. സുദ്ദീഖ് അലി ശിഹാബ് തങ്ങൾ ഉണ്ടായിരുന്നു. കുഞ്ഞിലെ മരണപ്പെട്ടു പോയവരാണ് അവർ. അങ്ങനെ സമുദായ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഏറ്റെടുത്തു. സമസ്തയുടെ ഉപാധ്യക്ഷ പദവി സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ ഏറ്റെടുത്തു. അവർ രണ്ടുപേരും വഫാത്തായ ശേഷം പിതാവ് വഹിച്ച ഈ 2 പദവികളും നേരത്തെ 2 മക്കളാണ് കൈകാര്യം ചെയ്തതെങ്കിൽ പിതാവിൻ്റെ ആ 2 സ്ഥാനവും വീണ്ടും സമ്മേളിച്ചത് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളിലായിരുന്നു. സമസ്തയുടെ ഉപാധ്യക്ഷനായും സമുദായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷനായും സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നിലകൊണ്ടു. നാം മനസ്സിലാക്കണം, നേതാക്കളെ ഉണ്ടാക്കി തന്നിട്ടാണ് നേതാക്കന്മാർ പോകുന്നത്. ക്വാളിറ്റിയാണത്. ഗാന്ധിജി പറയുന്നുണ്ട്, the quality of your leadership is not how many followers have you. നിന്റെ നേതൃപദവിയുടെ ക്വാളിറ്റി എന്നുള്ളത് എത്ര അണികൾ നിനക്കുണ്ടായി എന്നുള്ളതല്ല, but how many leaders you have created. എത്ര നേതാക്കന്മാരെ നീയായിട്ട് ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് ഒരു ലീഡറിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം.
ബഹുമാനപ്പെട്ട പൂക്കോയത്തങ്ങൾ എത്രയോ ലീഡർമാരെ തന്നിട്ടാണ് നമുക്ക് പോയിട്ടുള്ളത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം വഫാത്താകുന്ന നേരം ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമാക്കി നിർത്തിയിട്ട് കാണിക്കുകയാണ്, എനിക്ക് ശേഷം വരാനുള്ള ആൾ ഇയാളാണേ, എന്നിട്ടാണ് പോകുന്നത്. അങ്ങനെയുള്ള പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവരുടെ ഇക്കാക്കയെ ഓർമ്മിക്കുന്ന ഒരു ലേഖനമുണ്ട്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വഫാത്തായപ്പോൾ കാക്കയെ അനുസ്മരിച്ചുകൊണ്ട് ഹൈദർ അലി ശിഹാബ് തങ്ങൾ എഴുതി, എന്തെന്നറിയോ? വല്യക്കാക്കയിൽ നിന്ന് വല്യക്കാക്ക എനിക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ, വല്യക്കാക്ക എനിക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ, ഒന്ന്, വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം. ഹൈദർ അലി തങ്ങൾ പറയാ, എൻ്റെ ഇക്കാക്ക മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നത്, ഒന്ന്, വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കണം. പിന്നെയോ, മോശപ്പെട്ട ഒരു ഇടപാടിലും പോകരുത്, വർത്തമാനങ്ങൾ പറയരുത്, അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കരുത്. പിന്നെയോ, കിട്ടാനുള്ള ആളുകളെക്കാൾ കൂടുതൽ കൊടുക്കാനുള്ള ആളുകളെ കൂടെ കൂട്ടി നടക്കണം. സമ്പത്ത് ഇങ്ങോട്ട് കിട്ടുന്നവരെ കൂടുതൽ കൂട്ടുന്നതിനേക്കാൾ അങ്ങോട്ട് കൊടുക്കാനുള്ള ആളുകളെ കൂടെ കൂട്ടി നടക്കണം. പിന്നെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും സുസ്മേരവതരനായി നടക്കണം. വല്യക്കാക്ക അനുജന് കൊടുത്ത ഉപദേശമാണ്. ചരിത്രം പരിനോക്കിയാൽ ഒരു സഹോദരനും തൻ്റെ സഹോദരന് ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ കൊടുത്തതായി നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ഒരിടത്ത് കാണാം. ആ ലേഖനം സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ബഹുമാനപ്പെട്ട ഇക്കാക്കയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അനുസ്മരിച്ചുകൊണ്ട് എഴുതിയ ലേഖനമാണ്. പക്ഷേ ഈ 4 കാര്യങ്ങളെയും നമ്മളെ വല്ലാണ്ട് വിസ്മയിപ്പിക്കുന്നു. ഒരു സഹോദരൻ തൻ്റെ അനുജന് ഇക്കാക്ക കൊടുക്കുന്ന ഉപദേശം ഇങ്ങനെ ചരിത്രത്തിൽ എവിടെയും കണ്ടില്ല. പക്ഷേ ഒരിടത്ത് കാണാൻ കഴിയും. ഞാൻ ഇവിടെ തുടക്കത്തിൽ ഓതി വെച്ച ആയത്തുകൾ അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തനബിയോട് പറയാണ്, വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം. വറുജ്സ ഫഹ്ജുർ, മോശപ്പെട്ട ഒന്നുമേ ഉണ്ടാകരുത്. സംസാരങ്ങളാവട്ടെ, ഇടപെടലാകട്ടെ, എല്ലാത്തിനെയും വെടിയണം. വലാ തംനുൻ തസ്തക്തിർ, കുറെ കിട്ടണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകരുത്. കൊടുക്കേണ്ട ആളുകളെ കൂടെ കൂട്ടി കൊടുക്കാനുള്ള ആഗ്രഹം ഉണ്ടാകണം. വലി റബ്ബിക ഫസ്ബിർ, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും റബ്ബിനെ ഓർത്ത് ക്ഷമിച്ച് ചിരിച്ചു നടക്കണം. വല്യക്കാക്ക അനുജന് കൊടുത്ത ഉദാഹരണമാണ്. മുത്ത് നബിക്ക് അള്ളാഹു കൊടുത്ത ഉപദേശങ്ങളാണ് ഇതൊക്കെ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഒരുപാട് കാണാൻ കഴിയും. മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ ആ വെളുത്ത തൂവള്ള വസ്ത്രധാരിയായിട്ടല്ലാതെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? തൂവള്ള വസ്ത്രധാരിയായിട്ടല്ലാതെ തങ്ങളവർകളെ കണ്ടിട്ടില്ലല്ലോ. ആ നല്ല വെളുത്ത, ഒരു പുള്ളിയില്ലാത്ത, കറയില്ലാത്ത വെളുത്ത വസ്ത്രം, അങ്ങനെയായിരുന്നു അവർ നടന്നത്. പിന്നെയോ, മോശപ്പെട്ട ഒരു വാക്ക് പറഞ്ഞത് ഏതെങ്കിലും ക്ലിപ്പെടുത്ത് കാണിച്ചു തരാൻ പറ്റുമോ? ഏതെങ്കിലും പ്രസംഗത്തിൽ, ഏതെങ്കിലും സംസാരത്തിൽ ആരോടെങ്കിലും വിദ്വേഷം വെച്ചുകൊണ്ട് ഒരു മോശപ്പെട്ട വാക്കോ ഇടപാടോ നടത്തിയത് കാണാൻ കഴിയോ? ഇല്ല. വലാ തംനുൻ തസ്തക്തിർ, ഇങ്ങോട്ട് കിട്ടാനുള്ളതിനേക്കാൾ കൂടുതൽ കൊടുക്കേണ്ട ആളുകളെ തങ്ങൾ കൂടെ നിർത്തി. അങ്ങനെയാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവരങ്ങനെയാണ്. എപ്പോഴും സാധുക്കളായ ആളുകളെയായിരുന്നു കൂടുതൽ മനസ്സിൻ്റെ ഉള്ളിൽ കൊണ്ടു നടന്നിരുന്നത്. അവരായിരുന്നു കൂടെ ഉണ്ടായിരുന്നവർ. പുത്തൂർ റഹ്മാൻ സാഹിബ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് എഴുതിയ ഒരു ലേഖനത്തിലുണ്ട്, ഫുജൈറയിൽ ഭരണാധികാരിയെ കാണാൻ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ചില നേതാക്കന്മാർക്കും അവസരമുണ്ടായി. അപ്പൊ രാജാവിന്റെ ദർബാറിലേക്ക് പോകുമ്പോൾ വാഹനത്തിൽ 5 പേരുണ്ടായിരുന്നു. രാജാവിനെ കാണുമ്പോൾ പ്രോട്ടോക്കോളുകൾ ഉണ്ടാകും. നേരത്തെ കാര്യങ്ങൾ തീരുമാനിച്ച് ഷെഡ്യൂൾ ചെയ്ത് എല്ലാം പരിശോധിച്ച് എല്ലാ പ്രത്യേകമായ അവസ്ഥകളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഉണ്ടാകുക. പക്ഷേ രാജദർബാറിലെത്തിയപ്പോൾ കൂടെയുള്ളത് 4 പേർ, 5-മനില്ല. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഫുജൈറ ഭരണാധികാരിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ ചോദിച്ചു, നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവർ എവിടെ? അയാളെ വിളിക്ക്.
എല്ലാ പ്രോട്ടോകോളുകളും മുഴുവനും ലംഘിക്കപ്പെട്ടുകൊണ്ട് തന്നെ രാജാവ് ഉത്തരവിട്ടു, അയാളെ കൂട്ടിക്കൊണ്ടുവരൂ. എല്ലാ പ്രോട്ടോകോളും മാറി നിർത്തപ്പെട്ടു. നോക്കൂ നിങ്ങൾ, ഒരു രാജാവിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള അവസ്ഥ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് കുടുംബത്തെ ഓർക്കാൻ പറ്റുമോ? നമ്മൾ നമ്മുടെ കുടുംബത്തെ ഓർക്കുവോ? ഉറ്റ സുഹൃത്തിനെ ഓർക്കുവോ? കൂടെ വന്ന ഡ്രൈവറെയാണ് രാജാവിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോഴും ആ പാവപ്പെട്ടവനെയാണ് മനസ്സിൻ്റെ ഉള്ളിൽ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കൊണ്ടു നടന്നത്. ഇങ്ങോട്ട് കിട്ടുന്നവരെക്കാൾ കൂടുതൽ അങ്ങോട്ട് കൊടുക്കാനുള്ളവരെ കൊണ്ട് നടന്നാണ് അവർ ജീവിതം നയിച്ചത്. വലി റബ്ബിക ഫസ്ബിർ. എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും സുസ്മേരവതരായി ചിരിച്ചുകൊണ്ട് അവരിങ്ങനെ നമുക്കിടയിലൂടെ ജീവിച്ചു പോയി. അതാണ് അവർ നയിച്ച പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതിൻ്റെ ഉപാധ്യക്ഷനായിരുന്നു അവർ. അതുകൊണ്ട് അവരെയൊന്നും ആരും താഴ്ത്താനും വീഴ്ത്താനും നിൽക്കണ്ട. ദാലിക ഫദ്ലുല്ലാഹ്. അത് അള്ളാഹു കൊടുത്ത വലിയ ഔദാര്യമാണ്. ആ ഔദാര്യത്തെ ഒരാൾക്കും പിച്ചു ചീന്താനോ എടുത്തറിയാനോ കഴിയില്ല. ഇസ്ലാമിൽ റിച്വൽസ് ഉണ്ട്, വാല്യൂസ് ഉണ്ട്. ഞാൻ അവസാനിപ്പിക്കണം. ഇസ്ലാമിൽ റിച്വൽസ് ഉണ്ട്, വാല്യൂസ് ഉണ്ട്. റിച്വൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ, നിസ്കാരം, നോമ്പ്, ഖിറാഅത്ത്, ദിക്ർ ചൊല്ലൽ, ഇതൊക്കെയാണ് റിച്വൽസ് അല്ലേ? നമ്മൾ സാധാരണക്കാരായ ആൾക്കാർക്കൊക്കെ ദീനി എന്ന് പറയും. ദീനി. വാല്യൂസും ഉണ്ട്. വാല്യൂസ് എന്ന് പറഞ്ഞാൽ സ്നേഹം, കരുണ, ക്ഷമ, വാത്സല്യം, ദയാവായ്പ, ഇതൊക്കെ വാല്യൂസാണ്. റിച്വൽസ് എല്ലാവർക്കും ഉണ്ടാവും. നമ്മളൊക്കെ നോമ്പ് എടുക്കണില്ലേ, നിസ്കരിക്കണില്ലേ, ഖിറാഅത്ത് ഓതണില്ലേ, ദുആ എടുക്കണില്ലേ, തസ്ബീഹ് ചൊല്ലണില്ലേ, ദിക്ർ ചൊല്ലണില്ലേ? ഉണ്ട്. പക്ഷെ വാല്യൂസ് നമുക്ക് കുറവാണ്. റിച്വൽസിനേക്കാൾ കൂടുതൽ വാല്യൂസ് ഉള്ളത് പാണക്കാട് സയ്യിദന്മാർ. അവരങ്ങനെ അതിനെ തിരഞ്ഞെടുത്തു. അതുകൊണ്ടല്ലേ ഈ കാണുന്ന കാരുണ്യമായ ഒരുപാട് പ്രവർത്തനങ്ങളെ അവരുടെ ജീവിതത്തിൽ കാണാൻ കഴിഞ്ഞത്. ആരാധന അനുഷ്ഠാനങ്ങൾ ഇഷ്ടം പോലെ അവരുടെ കയ്യിലുണ്ട്. സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ പാണക്കാട്ട പള്ളിയുടെ ആ ഒരു താക്കോൽ തങ്ങളുടെ കയ്യിലാണെന്ന് നാം കേട്ടിട്ടില്ലേ? രാത്രി എത്ര വൈകി വന്നാലും, പരിപാടികൾ കഴിഞ്ഞ് 2 മണിക്ക് വന്നാലും 3 മണിക്ക് വന്നാലും, സുബ്ഹ് ബാങ്ക് വിളിക്കുന്നതിൻ്റെ സമയങ്ങൾ ഒരുപാട് സമയത്തിന് മുമ്പ് ആ പ്രിയപ്പെട്ട സയ്യിദ് അവറുകൾ പാണക്കാട്ടെ ആ മസ്ജിദിലേക്ക് നടന്നു നീങ്ങി കയ്യിലുള്ള താക്കോല് കൊണ്ട് തുറന്ന് അവിടെ തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ടാകും സയ്യിദ് അവറുകൾ. റിച്വൽസ് ഇല്ലാത്തത് കൊണ്ടല്ല, റിച്വൽസിനേക്കാൾ കൂടുതൽ വാല്യൂസ് ഉണ്ടായി. സ്നേഹം, കരുണ, ദയാവായ്പ, ക്ഷമ, വാത്സല്യം, ഇതിനെയൊക്കെ കൂടെ കൂട്ടിയത് കൊണ്ടാണ് അവർക്ക് ഈ സ്ഥാനം ഉണ്ടായത്. ആരും എടുത്തു കൊടുത്തതല്ല, അതാ ജീവിതം കൊണ്ട് മാത്രം ഉണ്ടാക്കിയെടുത്തതാണ്. വാല്യൂസ് നമുക്കൊക്കെ കുറവാണ്. റിച്വൽസേ ഉള്ളൂ. വാല്യൂസ് നമുക്ക് കുറവാണ്. നേതാക്കന്മാർ അങ്ങനെയാണ്. ഏതായിരുന്നാലും ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് നാം ഇവിടെ ഈ SKSFിൻ്റെയും SYSൻ്റെയും സമസ്തയുടെ പേരിലൊക്കെ നാം പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ നാം അതിൻ്റെ കൃത്യമായ ലക്ഷ്യമെന്താണെന്ന് തിരിച്ചറിയണം. ഈ സംഘടനയുടെ, ഈ സംവിധാനത്തിൻ്റെ ഐഡിയോളജി എന്താണെന്ന് മനസ്സിലാക്കണം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ വിശ്വസിച്ച്, അടിയുറച്ച് വിശ്വസിച്ച്, ആദർശത്തിൻ്റെ ആളുകളായി മാറി നേതാക്കന്മാരെ കൃത്യമായി ഉൾക്കൊണ്ട്, ആരെയും പരസ്യമായി പുച്ഛിക്കാതെ, രഹസ്യമായും പുച്ഛിക്കാതെ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ കൊണ്ടു നടന്ന് നേതാക്കളെ അനുസരിച്ച് ഈ സമസ്തയുടെ കീഴിൽ അണിനിരന്ന് യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ സമസ്തക്കാരായി മാറാൻ നമുക്ക് കഴിയണം. ഇതിനെപ്പറ്റി പഠിക്കണം, മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ പരിപാടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ വാക്യത്തിൽ ഉദ്ഘാടനം ചെയ്ത് അള്ളാഹു നമ്മളെല്ലാവരെയും നമ്മുടെ അഭിവന്ദരായ നേതാക്കന്മാരോടൊപ്പം, അതിലുപരി നമ്മുടെയൊക്കെ നേതാവ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജസാക്കുമുല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.